മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. एक लड़का जिसे मैं बहुत देर से जानती हूँ, एक लड़का जो मेरे लिए दोस्त से कुछ ज्यादा बन चुका है, एक लड़का जो मुझे बहुत प्यार करता है, जिसे मैं भी बहुत प्यार करती हूँ. ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഫ്രണ്ട്സ് പ്രണയത്തിലാവുന്ന സിറ്റുവേഷൻസ് ഇല്ലേ, അവിടെ ചെറിയൊരു രസം സംഭവിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല അതൊരു പ്രണയമാണ്. നമ്മൾ വിചാരിക്കുന്ന വളരെ പ്രൊട്ടക്റ്റീവായ ഓവർ പൊസസീവായ ഒരു ഫ്രണ്ടാണ് നമുക്ക് കൂട്ടിനെന്ന്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഇത് വെറും ഒരു ഫ്രണ്ടല്ല, ഈ റിലേഷൻഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പല്ല, അത് പ്രണയമാണെന്ന്. അത് തിരിച്ചറിയാൻ വൈകുന്തോറും ആ പ്രണയം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് അല്ലേ? പിന്നെ ഒരുപാട് അനുഭവങ്ങളിലും ഇങ്ങനെ ഫ്രണ്ട്സാണ് ലവേഴ്സായി മാറാറ് അല്ലേ? സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. मैं आपको ये बताने आया हूं कि मैंने राज मल्होत्रा को गुरुकुल से निकाल दिया है. मुझे पता है कि आपकी आने वाली जिंदगी के लिए ये बिल्कुल सही फैसला है. You are listening to Love Bites on Club FM. അവൾ ഇഷ്ടപ്പെട്ടയാളെ അവളിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് അകറ്റിയിരിക്കുക. ഇവിടെ അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ടില്ലേ? എനിക്കറിയാം നിനക്കിനി വരുന്ന നിന്റെ ജീവിതത്തിൽ ഇതാണ് ഏറ്റവും നല്ലതെന്ന്. നമ്മുടെയൊക്കെ ലൈഫിലും പലപ്പോഴും പേരൻസ് ഇങ്ങനെ ഇടപെടാറുണ്ടല്ലേ. അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെക്കാൾ ഒരുപാട് ലോകം കണ്ടവരാണ്, നമ്മളെ മനസ്സിലാക്കുന്നവരാണ്, നമുക്ക് നല്ലത് എന്താന്ന് നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കുന്നവരാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ പ്രണയത്തെ അവർ തകർത്ത് കളയുകയല്ലേ. നല്ലതെന്ന് കരുതിയായിരിക്കും അവരത് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് അതാണെങ്കിലോ, ആ ട്രൂ പാർട്ട്ണർ നമുക്കില്ലാതാവുകയാണെങ്കിലോ? കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. मैं आपसे बहुत प्यार करती हूँ पापा, और मैं आपको कभी दुखी नहीं देख सकती, पर मैं उससे भी बहुत प्यार करती हूँ और उसके बिना जी नहीं सकती. I'm sorry. ഇത്തരൊരു സിറ്റുവേഷനിൽ ശരിക്കും നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് നമ്മുടെ അച്ഛനെ അമ്മയെ ഇഷ്ടമോ? പ്രണയിക്കുന്ന ആളെ ഇഷ്ടമോ? അച്ഛനും അമ്മയും നമ്മളെ ഇത്ര ആക്കിയത്, ഇങ്ങനെ പറയാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ആക്കിയത്. പക്ഷെ ഇഷ്ടപ്പെടുന്ന ആ ആള്, അയാൾക്ക് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടില്ലേ അയാളുടേതാവാമെന്ന്? നമ്മളും കൂടി സമ്മതിച്ചിട്ടല്ലേ പ്രണയത്തിലാവുന്നേ? അയാളെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ആരെയാ വേണ്ടാന്ന് വെക്കുക? നമ്മളെ തന്നെ ഇല്ലാതാക്കാൻ പറ്റുമോ? ഒന്നും കഴിയില്ല. പ്രണയത്തിലായി കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are tuned to Kerala's number 1 FM, Club FM. This is Love Bites with Renu. एक बात जान लीजिए मिस्टर आर्यन, कि मोहब्बत और डर की जंग में जीत हमेशा डर की होगी. नो 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 मिस्टर शंकर, आपने अभी तक सिर्फ डर की ताकत देखी है, मोहब्बत की ताकत तो आपने अभी देखी ही नहीं. പ്രണയവും ഭയവും കൂടി ഒരുമിച്ച് വന്ന് വിജയിക്കുന്നത് എപ്പോഴും ഭയമായിരിക്കുമെന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ ഇതുവരെ പ്രണയത്തിന്റെ ശക്തി കണ്ടിട്ടില്ല എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തന്നെ വരാം. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ധൈര്യമായിരിക്കും, ഒന്നും വിചാരിക്കില്ല, ഓടിച്ചാടി പ്രണയിക്കും. എന്നിട്ട് ഇനി മേലെ അവളെ കാണരുത് അല്ലെ അവനെ കാണരുത് എന്നൊക്കെ ഒരു വാർണിംഗ് കിട്ടിക്കഴിയുമ്പോഴോ, എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, നല്ല കുറേ പേരുണ്ട് അതുവരെ ഭയങ്കര ധൈര്യമൊക്കെ കാണിക്കും. ഇങ്ങനെ ഒരു വാർണിംഗ് കിട്ടുമ്പോൾ എന്നാൽ നമുക്ക് വേണ്ടെന്ന് വെച്ചേക്കാല്ലേ എന്നങ്ങ് പറയും. സത്യത്തിൽ നമ്മൾ ഈ പ്രണയത്തിൻ്റെ ശക്തി മനസ്സിലാക്കുന്നുണ്ടോ? ഈ പ്രണയം കൂടെ ഉണ്ടെങ്കിൽ എന്ത് നേരിടാൻ കഴിയുമെന്ന് നമുക്കറിയോ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.